ശബ്ദത്തിന് പറഞ്ഞു കഴിഞ്ഞ് നിങ്ങൾ മൈക്ക് വിടാൻ താമസിച്ചാൽ മൈക്ക് നിങ്ങളെ കയ്യിലിരിക്കും, മറുപടി പറയാൻ കഴിയില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സുഹൃത്തിന്റെ ചോദ്യം, മുസ്ലിങ്ങൾ പരസ്പരം സലാം പറയൽ സുന്നത്തില്ലേ? ഉണ്ടല്ലോ. എങ്കിൽ മുജാഹിദ് ജമാഅത്ത് പോലെയുള്ള ആളുകൾ മുസ്ലിങ്ങളല്ലേ? പിന്നെ അവർക്ക് സലാം പറയൽ സുന്നത്തില്ല എന്ന് പറയുന്നുണ്ടല്ലോ. ആദ്യത്തെ ഭാഗം ശരിയല്ല. മുസ്ലിങ്ങളായ ആളുകൾ പരസ്പരം സലാം പറയൽ നിരുപാധികം സുന്നത്താണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. ഒരു യുവതിയായ ഒരു സ്ത്രീ, ഒരു യുവാവായ ഒരു പുരുഷനും അന്യരാ. ഈ രണ്ടാളും മുസ്ലിമീങ്ങളാ, നല്ല ശുദ്ധ മുസ്ലിമീങ്ങളാ. എന്നാൽ ഈ യുവതിയായിരിക്കുന്ന സ്ത്രീ ഒറ്റയ്ക്കൊരു പുരുഷനെ കണ്ടപ്പോൾ, ഒരു അന്യ പുരുഷനെ കണ്ടപ്പോൾ ആ പുരുഷന് സലാം പറയൽ ഹറാമാണ്. മറിച്ച് ഈ പുരുഷൻ ഈ സ്ത്രീക്ക് സലാം പറയൽ കറാഹത്താണ്. ഇനി ഇങ്ങനെ ഒറ്റയ്ക്കൊരു യുവതിയായിരിക്കുന്ന സ്ത്രീയെ ഒരു യുവാവ് കണ്ടുമുട്ടിയപ്പോൾ ഈ യുവാവ് ഈ യുവതിക്ക് സലാം പറയൽ കറാഹത്താണ്. അവൾ അയാൾക്ക് മടക്കൽ ഹറാമാണ്. അപ്പൊ ഇവർ രണ്ടാളും മുസ്ലിമീങ്ങളല്ലേ? ആണ്, മുസ്ലിങ്ങളാണ്. പക്ഷെ അവിടെ സലാം പറയാൻ പാടില്ല. പെണ്ണ് പറയലും മടക്കലും ഹറാമ്, പുരുഷൻ പറയലും മടക്കലും കറാഹത്ത്. ഒരാള് മൂത്രമൊഴിക്കണം, വേറൊരാൾ കയറി വന്നു, അല്ല മുസ്ലിമാണ്, സലാം പറയൽ സുന്നത്തില്ല. ഒരാൾ ഭക്ഷണം കഴിക്കുകയാണ്, വായിൽ ഭക്ഷണമുണ്ട്, അപ്പൊ കയറി വന്ന ആള് സലാം പറയൽ സുന്നത്തില്ല. ആള് മുസ്ലിമാണോ? ആണ്, നല്ല 1-ാം നമ്പർ മുസ്ലിമാണ്, വായിൽ ഭക്ഷണം ഉണ്ട് എന്നല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ നിരുപാധികം ഏതൊരു മുസ്ലിമായ മനുഷ്യനും മറ്റൊരു മുസ്ലിമായ മനുഷ്യനെ എവിടെ കണ്ടാലും സലാം പറയൽ സുന്നത്താണ് എന്ന നിങ്ങളുടെ ആദ്യ ഭാഗം പറഞ്ഞ ഒന്നാമത്തെ മുഖദ്ദിമ സ്വീകാര്യമല്ല. സുന്നത്താവുന്ന സമയവും ഉണ്ട്, സുന്നത്താകാത്ത സമയവും ഉണ്ട്. എന്നതുപോലെ മുബത്തദിയെ വഹാബി എന്ന് പറഞ്ഞാലും വേണ്ടിയില്ല, മൗദൂദി എന്ന് പറഞ്ഞാലും വേണ്ടിയില്ല, ഇനി അഹ്ലെ ഹദീസ് എന്ന് പറഞ്ഞാലും വേണ്ടിയില്ല, തബ്ലീഗാദി, എന്ത് അലവലാദിയാണ്. മുബത്തദിയങ്ങളൊക്കെയും വിശ്വാസപരമായ വൈകല്യമുള്ളവരാണ്, ആദർശപരമായ ഭിന്നതയുള്ളവരാണ്. മുസ്ലിം എന്ന് പറയുന്ന പൊതു നിയമത്തിൽ പെടുമെങ്കിൽ പോലും ആദർശ പ്രശ്നങ്ങളെ കൊണ്ടിട്ട് മാറി നിൽക്കുന്നവരായത് കൊണ്ട് അവർക്ക് ഇസ്ലാമിന്റെ സ്നേഹാഭിവാദ്യമാണ് സലാം. അതിനവരർഹരല്ല. ശരിയല്ലേ? സലാം പറയാ, സലാം അടക്കാന്നൊക്കെ പറഞ്ഞാൽ ഇസ്ലാമിന്റെ ആദർശത്തിന്റെ പേരിലുള്ള സ്നേഹ അഭിവാദ്യമാണ്. ഈ സ്നേഹ അഭിവാദ്യം അർപ്പിക്കാൻ മുബത്തദികളാവുന്ന ആളുകൾ അർഹരല്ല. എന്തുകൊണ്ട്? ആദർശപരമായ സ്നേഹബന്ധം അവർ തമ്മിലില്ല. അതുകൊണ്ട് തന്നെ ആദർശപരമായ സ്നേഹബന്ധത്തിന്റെ അഭിവാദ്യം അവർക്ക് അർപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് അവർ കാഫിറാണെന്നോ ഇസ്ലാമിന്ന് പുറത്താണെന്നോ അതിനർത്ഥമില്ല.